അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലിസാനുൽ ഖുർആനിലെ 6ാം ക്ലാസ്സിൽ ലിസാനുൽ ഖുർആനിലെ 2ാമത്തെ പാഠമാണ്. 1ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് മജ്ഹൂലും മഅറൂഫുമാണ്. അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് മംഫി ആയിട്ടുള്ള അല്ലെങ്കിൽ മുസ്ബത്ത് മംഫി എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അതിനു മുൻപ് എന്താണ് മുസ്ബത്ത്, എന്താണ് മംഫി, എന്താണ് മുസ്ബത്ത്, എന്താണ് മംഫി എന്നുള്ളതൊരു കൺഫ്യൂഷൻ ആയിട്ടിരിക്കും. വളരെ സിമ്പിളാണ്. മംഫി എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ. അഥവാ ഒരു ഫെയിൽ എഴുതുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഹാലറ എന്നുള്ള ഫെയിൽ എഴുതുകയാണെങ്കിൽ ഹാജറായി എന്നാണ്. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചാൽ പോസിറ്റീവാണ്. ഓൻ പരിപാടിക്ക് വന്നു, അപ്പോൾ അത് മുസ്ബത്താണ്. എന്നാൽ മാ ഹലറ, ഓൻ വന്നിട്ടില്ല, ഓനൊന്നിനും പറ്റാത്തവനാണ്, ഓനൊരു പരിപാടിക്കും വരില്ല എന്ന് നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് നെഗറ്റീവാണ്. എന്നാൽ ഹലറ വന്നു, ഓൻ എല്ലാ പരിപാടിക്കും വരുന്ന ആളാണ്, ഓൻ ഉഷാറാണ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് പറയാൻ മംഫിയും പോസിറ്റീവ് പറയാൻ മുസ്ബത്തും. അങ്ങനെയാണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കാം. ബാക്കി പാഠഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഹെഡിങ് മാ ഹലർത്ത ഫി മദ്രസ, നീ മദ്രസയിൽ ഹാജരായിട്ടില്ല. ഹലറ എന്ന് പറഞ്ഞാൽ ഹാജറാവുക, പ്രസൻ്റ് ആവുക എന്നാണ്. ഇജിത്തമായ സലാസത്തു അസ്തിഖ അമാമൽ മദ്രസത്തി, മദ്രസയുടെ മുൻപിൽ 3 കൂട്ടുകാരെന്ത് ചെയ്തു? ഒരുമിച്ച് കൂടി. ഇജിത്തമായ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുക എന്നാണ്. സലാസത്തു അസ്തിഖ 3 കൂട്ടുകാർ അമാമൽ മദ്രസത്തിന് മുൻപിൽ. അൻവർ എന്താണ്? വഹും യത്തക്കല്ലമൂന അൻ സ്വദീഖിഹിം അൻവർ, അവരവരുടെ കൂട്ടുകാരൻ അൻവറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. യത്തക്കല്ലമൂന എന്ന് പറഞ്ഞാൽ സംസാരിക്കാനാണ്. അവരവരുടെ കൂട്ടുകാരൻ അൻവറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോഴോ അസ്ലമാണ് ആദ്യം പറഞ്ഞത്. എന്താണ് അസ്ലം പറഞ്ഞത്? അയിന അൻവർ മജ അയിലൽ മദ്രസ, അൻവർ എവിടെ? അൻവർ മദ്രസയിലേക്ക് വന്നിട്ടില്ലല്ലോ. ജാ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ്. പക്ഷേ ജാൻ്റെ കൂടെ ആരും കൂടെ വന്നു? മാ കൂടെ വന്നു. മാ ജാ, അൻവർ മദ്രസയിലേക്ക് വന്നിട്ടില്ലല്ലോ, നെഗറ്റീവായി. മുർഷിദ് മറഅയ്തുഹു മുൻദു സലാസത അയ്യാമിൻ, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാനവനെ കണ്ടിട്ടില്ല. മറഅയ്തുഹു, ഞാനവനെ കണ്ടിട്ടില്ല. മുൻദു സലാസ അയ്യാമിൻ, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാനവനെ കണ്ടിട്ടില്ല, നെഗറ്റീവായിട്ടോ. റഅയ്തു മറഅയ്തു. മുഹ്സിൻ മദാ അസാബ, എന്തോ അവന് പറ്റിയത്? നദ്ഹബു ഇലാ ബൈത്തി, നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകാം. നദ്ഹബു, നമുക്ക് പോകാം. മാ നദ്ഹബു, നമുക്ക് പോകണ്ട. കണ്ടോ, അർത്ഥം മാറിയത് മനസ്സിലായോ? യദ്ഹബു അൽ അസ്തിഖാഉ ഇലാ ബൈത്തി അൻവർ, കൂട്ടുകാരൊക്കെ അൻവറിൻ്റെ വീട്ടിൽ. ഓക്കെ, പിന്നെന്താ? ഓ വസലു ഇലൈഹി, അവരെന്ത് ചെയ്തു? അൻവറിൻ്റെ വീട്ടിലെത്തിച്ചേർന്നു. ഇലൈഹി ഇലാ ബൈത്തിഹി, അവൻ്റെ വീട്ടിലേക്ക്. ബൈത്തിഹി, വീട്ടിലേക്ക് എന്ത് ചെയ്തു? എത്തിച്ചേർന്നു. അപ്പോൾ അസ്ലമാണ് ആദ്യം ചോദിക്കുന്നത്, യാ അൻവർ മാദാ അസാബക്, അൻവർ എന്താ എനിക്ക് പറ്റിയേ? എന്നെ കുറേ ദിവസമായിട്ട് കാണുന്നില്ലല്ലോ. മാ ഹലറത ഫിൽ മദ്രസത്തി മുൻദു അയ്യാം, ഇതാ ദിവസങ്ങളോളം മദ്രസയിൽ നീ വന്നിട്ടില്ലല്ലോ, കുറേ ദിവസമായല്ലോ മദ്രസയിൽ എത്തിയിട്ട്, എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. മുൻദു അയ്യാം എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട്. അൻവർ ഞാൻ മാ ഹലർത്തു, ദാ ഏരിയ മാറി കേട്ടോ. മാ ഹലർത്തു, ഞാൻ വന്നിട്ടില്ല, നെഗറ്റീവ്. ഫിൽ മദ്രസത്തി മുൻദു സലാസ അയ്യാം, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ എന്താണ്? മദ്രസയിൽ വന്നിട്ടില്ല. ലി അന്നനി മരീദുൻ അസാബനിൽ ഹുമ്മ, ഞാൻ ആരാണ്? രോഗിയാണ്, എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പനി പിടിപെട്ടിട്ടുണ്ട്. ഹുമ്മ എന്ന് പറഞ്ഞാൽ ഫീവർ, പനി. അപ്പോൾ മുർഷിദ് ഹൽ ദഹബ്ത ഇലൽ മുസ്തശ്ഫ, ഹോസ്പിറ്റലൊക്കെ പോയിരുന്നോ? മുസ്തശ്ഫ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ. ഹൽ ദഹബ്ത, നീ പോയിരുന്നോ? അൻവർ ലാ മാ ദഹബ്തു ബൽ ഇസ്തർഹതു ഫിൽ ബൈത്ത്, ലാ നോ മാ ദഹബ്തു, ഞാൻ പോയിട്ടില്ല, ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്തു? ഇസ്തർഹതു ഫിൽ ബൈത്ത്, വീട്ടിൽ റെസ്റ്റ് എടുത്താണ്. ഇസ്തർഹത്ത് പറഞ്ഞാൽ റെസ്റ്റ് ചെയ്യുക, വീട്ടിൽ റെസ്റ്റ് ചെയ്തു. അപ്പോൾ ആരാ പറഞ്ഞ? അൽ ആൻ ഷഫീത്ത്, ഇപ്പോൾ എനിക്ക് എന്തായി? സുഖമായി. അന അജീബുൽ മദ്രസത്തി ഓതൻ ഇൻഷാ അല്ലാഹ്, നാളെ ഞാൻ എന്ത് ചെയ്യും? മദ്രസയിലേക്ക് വരും. ഓതൻ നാളെ. മുഹ്സിൻ ഷഫാഖുല്ലാഹ് ഐനാഹുക്ക്, അള്ളാഹു സുഖാക്കി തരട്ടെ. എവിടെ എൻ്റെ സഹോദരൻ എവിടെ? അൻവർ ആമിലും ഫിൽ മദീനത്തി മജാഹത്തൽ ആൻ, അവനെന്താണ്? പട്ടണത്തിൽ ജോലിയാണ്. ആമിൽ എന്ന് പറഞ്ഞാൽ വർക്കർ, ജോലിയാണ്. മജാഹത്തൽ ആൻ, ഈ സമയം വരെ വന്നിട്ടില്ല. ഓക്കെ, പിന്നെ നമുക്കത് ഫുള്ളാക്കിയാൽ പറയാം. പിന്നെ യജീബ് മസാൻ ഇൻഷാ അല്ലാഹ്, വൈകുന്നേരം വരും. അപ്പം അൻവർ പറയുകയാണെന്ത്? കൂട്ടുകാർ പറയാം, അഹ്സൻ ദാന നദ്ഹബ് അസ്സലാമു അലൈക്കും. ഓക്കെ, ഉഷാർ തന്നെ. ദാന നദ്ഹബ്, ഞങ്ങളെ പോകാൻ അനുവദിക്കണം, ഞങ്ങൾ പോവാണ്. അസ്സലാമു അലൈക്കും. അൻവർ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയാണ് ആ പാഠത്തിൽ നമുക്ക് പ്രധാനമായിട്ട് ആ പാഠവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ആ പാഠം എന്ന് പറഞ്ഞാൽ ആകത്രയുള്ളൂ മുസ്ബത്ത് മംഫി എന്നുള്ള 2 കൺസെപ്റ്റുകൾ പഠിക്കാനാണ് ആ പാഠം നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഇതാ മുസ്ബത്ത് നോട്ട് ചെയ്ത് വെക്കുക, മംഫി, ഇത് രണ്ടുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, മംഫി എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. ഒന്ന് ചെയ്തു എന്ന് പറയാൻ, ഒന്ന് ചെയ്തില്ല എന്ന് പറയാൻ. ഓക്കെ.